വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമത്തിൽ 21-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷണം നടത്തുന്നില്ലെന്ന് അമ്മ. ആലപ്പുഴ തുമ്പോളി മംഗലം സ്വദേശി ഷീബയുടെ മകൾ ഷായിമോളാണ് ഓഗസ്റ്റ് 28-ന് തൂങ്ങി മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന യുവതി അമ്പലപ്പുഴ സ്വദേശിയായ യുവാവുമായി പ്രണയത്തിലായിരുന്നു. യുവാവ് മകളെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചിരുന്നതായും മകളുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നുമാണ് ഷീബയുടെ ആവശ്യം. ജനം എക്സ്ക്ലൂസീവ്. അമ്പലപ്പുഴ സ്വദേശിയായ മുസ്ലിം യുവാവുമായി പ്രണയത്തിലായിരുന്നു ആലപ്പുഴ മംഗലം സ്വദേശിയായ 21-കാരി ഷായിമോൾ. പലതവണ വീട്ടുകാർ വിലക്കിയെങ്കിലും യുവാവിന്റെ നിർബന്ധത്തെ തുടർന്ന് വീണ്ടും ബന്ധം തുടർന്നു. എന്നാൽ യുവാവ് ഷായിമോളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതായി ഷായിമോളുടെ അമ്മ പറയുന്നു. എന്റെ കുഞ്ഞ് അമ്പലപ്പുഴ സ്വദേശി ബഹാബിന്റെ മകനുമായിട്ട് റിലേഷനിലായിരുന്നു. 2021 തുടങ്ങിയതാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞേടാ, നീ കല്യാണം കഴിക്കാനാണെങ്കിൽ ഞാൻ നടത്തിത്തരാം, ഇല്ലെങ്കിൽ നീ എന്റെ കുഞ്ഞിന്റെ ഭാവി നശിപ്പിക്കുന്ന പല പ്രാവശ്യം ഞാൻ ഇവന്റെ വീട്ടിൽ വരെ കയറി ചെന്നേ. അവന്റെ വാപ്പാക്കും ഉമ്മാക്കും അറിയാം, അവരുടെ പെങ്ങള് വരെ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നിട്ടുള്ളത്. എന്റെ കുഞ്ഞിന് മാനസികവും ശാരീരികവും ശരിക്കും ഇവൻ ഉപയോഗിച്ച്. എന്നിട്ട് ഇപ്പൊ അവന് കൊച്ചു കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേന് അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 28-നാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയുടെ ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിൽ ഷായിമോളെ കണ്ടെത്തിയത്. ചേരാനെല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും യാതൊരു അന്വേഷണവും ഉണ്ടായില്ല. ഷായിമോളുടെ മരണം പോലും രജിസ്റ്റർ ചെയ്തത് 22 ദിവസത്തിന് ശേഷമാണ്. ഇവിടെ ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷനുകാർ ഒരു രീതിയിലും അവിടെയാണ് കൊച്ചിന്റെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ഞാൻ അവരെ നിരന്തരമായി വിളിച്ചിരുന്നിട്ടും അവർ ഇതുവരെ ഒരു കാര്യം എൻ്റെ അടുക്ക പറയുന്നില്ല. എൻ്റെ മോളുടെ ഡെത്ത് പോലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 10-22 ദിവസം കഴിഞ്ഞിട്ട്. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും എൻ്റെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇതിനെന്താണ് ചെയ്യേണ്ടത്? എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് ഉത്തരവാദിയാവൻ എനിക്ക് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഇത് ഇനി ഇവർ തമ്മിൽ കൈ നിന്ന് ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. മരിക്കുന്ന ദിവസവും സന്തോഷത്തോടെയാണ് മകൾ സംസാരിച്ചതെന്നും പിന്നെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നും അറിയില്ലെന്ന് ഷീബ പറയുന്നു. അമ്പലപ്പുഴ സ്വദേശിയായ യുവാവ് സ്ഥിരമായി ഷായിമോളെ കാണാൻ എറണാകുളത്തെത്തിയിരുന്നു. ഇക്കാര്യം ഷായിമോളുടെ സുഹൃത്തുക്കൾ പറഞ്ഞതായും ഷീബ പറയുന്നു. ഇക്കാര്യം അറിയിച്ചിട്ടും ചേരാനെല്ലൂർ പോലീസ് അന്വേഷണം നടത്തിയില്ല. മരണം നടന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെ ഷായിമോളുടെ ഫോൺ പോലും പോലീസ് പരിശോധിച്ചിട്ടില്ല. അവൻ അവിടെ വന്നു പോയതിന് തെളിവുണ്ട്. അവന്റെ കോൾ ലിസ്റ്റ് മൊത്തം എന്റെ കുഞ്ഞിനെ വിളിച്ചിരിക്കുന്ന അവനാ. അവന്റെ ഫോട്ടോസ് കംപ്ലീറ്റ് ഉണ്ട്. ഇതൊന്നും തെളിവല്ലേ? ഇവര് എന്താണ് തെളിവെന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പോലീസുകാർ ആത്മഹത്യക്കുറിപ്പില് 2 കത്ത് അതിനകത്ത് എടുത്തെന്ന് ഇവര് പറയുന്നു. അവിടുത്തെ ഇവരുടെ കൂടെ താമസിക്കുന്ന പിള്ളേരാ പറഞ്ഞത്. ഒരെണ്ണം മാഹിനെതിരെയുള്ള ഒരു കത്തായിരുന്നു. അപ്പൊ ഈ പോലീസുകാർ പറഞ്ഞത് പഴയ എപ്പോഴും എങ്ങാണ്ട് എഴുതിയൊരു ലെറ്ററാണിത്. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം SP-ക്കും വനിതാ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഷായിമോളുടെ അമ്മ ഷീബ. നിഷാ ദിലീപ്, ജനം, ആലപ്പുഴ.